കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളുടെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയ നടി രേണു സുധിയുടെ വാർത്ത എല്ലാവരും അറിഞ്ഞത്. അതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സങ്കടമാവുകയായിരുന്നു ചെയ്തത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വളരെയധികം കൃത്യമായി ഇപ്പോൾ രേണുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രേണുവിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ട സമയമായി എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അതിന് ഇന്നു മുതൽ കീമോ എടുക്കണം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ രേണു സുധി. അതാണ് ഇപ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും അതുപോലെ തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. മുഖത്തും കയ്യിലുമൊക്കെ പാടായിട്ടാണ് ഇപ്പോൾ രേണു സുധി കഴിയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊരു മാറ്റം രേണു സുധി ആഗ്രഹിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. നടനും ഹാസ്യ നടനും മിമിക്രി ആർട്ടിസ്റ്റും സ്റ്റേജ് പെർഫോമറും ഒക്കെയായ സുധിയുടെ ഭാര്യ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായ രേണു സുധി തനിക്ക് ക്യാൻസർ ആണ് എന്ന് ആദ്യം നിഷേധിച്ചുവെങ്കിലും പിന്നീട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായി വന്നതാണ്. തന്നെ സ്നേഹിക്കുന്ന ആരോടും അത് പറയാതെ മറച്ചു വയ്ക്കാനായിരുന്നു രേണു സുധിയുടെ തീരുമാനം. എന്നാൽ അത് തുറന്നു പറയേണ്ട ഒരവസ്ഥ വന്നപ്പോൾ എല്ലാവരെയും അറിയിക്കുകയായിരുന്നു. നിങ്ങളാരും എനിക്ക് ഒരു സിമ്പതിയും തരണ്ട, പക്ഷേ എനിക്ക് യൂട്യൂബ് ചാനൽ സജീവമായി മതിയാകൂ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എല്ലാവരും അറിയണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ ഒരു യൂട്യൂബറാണ് ഇത് പുറത്തുവിട്ടത്. ആദ്യമൊക്കെ ഞാൻ നിഷേധിച്ചത് എനിക്ക് പറയണമെന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ സ്റ്റേജൊക്കെ അറിഞ്ഞതിന് ശേഷം ഇതെങ്ങനെയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം എല്ലാവരോടും പറയാമെന്ന് കരുതി. എന്നാൽ അതിനിടയിൽ ഇത് ഫ്ലാഷായി മാറി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ പ്രതീക്ഷിക്കാതെ നടന്നൊരു സംഭവമായിരുന്നു. ഓരോ തവണയും ഈ ഒരു വാർത്തയെപ്പറ്റി എടുത്തു പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇതിലെന്തൊക്കെ സത്യമാണ് കള്ളമാണ് എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം. പ്രേക്ഷകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെ കാണുന്ന വാർത്തയായി ഇത് മാറുന്നു. കാരണം ഇപ്പോൾ എല്ലാവരും രേണു സുധിക്കൊപ്പം നിൽക്കുകയാണ്. എന്തെങ്കിലും വേദനയുണ്ടെങ്കിലോ ആവശ്യമുണ്ടെങ്കിലോ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് കമൻറ്റ് ബോക്സിൽ എത്തുന്നത്. എന്നാൽ എനിക്കിപ്പോൾ ഒരു ആവശ്യവുമില്ല. നിങ്ങൾ എന്നെ യൂട്യൂബിൽ പിന്തുണച്ചാൽ മതി. ഞാൻ ഇനി തുടർച്ചയായി വീഡിയോകൾ ചെയ്യും, ഷോർട്സ് ഇടും. അതിനൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ പിന്തുണയ്ക്കുക. അല്ലാതെ മറിച്ചൊരു സഹായവും എനിക്ക് വേണ്ട. ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. തനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നും കുറച്ച് വൃത്തികെട്ട സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അത് ലങ്സിലോട്ടും ഹൃദയത്തിലോട്ടും വരെ വ്യാപിച്ചു തുടങ്ങി എന്നത് അറിയുമ്പോഴാണ് ഞങ്ങൾ വൈകുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരത്തെ ആണെങ്കിൽ ഇത്രയും വലിയ ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടായിരുന്നുവെന്നും പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.